ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള സെർച്ചിങ് ആൻഡ് സോർട്ടിങ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. 5th മൊഡ്യൂളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ സെർച്ചിങ്ങും രണ്ട് തരം സെർച്ചിങ്, ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്, അതുപോലെ തന്നെ സോർട്ടിങ്ങിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോർട്ടിങ്, അതിൻ്റെ അൽഗോരിതംസുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പം ഫസ്റ്റ് പറയുന്നത് സെർച്ചിങ് എന്താണ്. നമുക്കെല്ലാവർക്കും അറിയാം സെർച്ചിങ് എന്താണ്. നമ്മളൊരു സാധനം കണ്ടുപിടിക്കുന്നു, അതുപോലെ തന്നെ നമുക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ടാകും. ആ ലിസ്റ്റിൽ ഒരു ഗിവൺ എലമെൻറ്റ് ഏത് ലൊക്കേഷനിലാണെന്ന് കണ്ടുപിടിക്കുന്ന ഓപ്പറേഷനാണ് സെർച്ചിങ്. സോ സെർച്ചിങ് ഈസ് ആൻ ഓപ്പറേഷൻ വിച്ച് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് എ ഗിവൺ എലമെൻറ്റ് ഇൻ ദ ലിസ്റ്റ്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് തരം സെർച്ചിങ് മെത്തേഡ്സ് ആണ്. ഒന്നാമത്തെ സെർച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ലീനിയർ സെർച്ച്, രണ്ടാമത്തെ സെർച്ചിങ് മെത്തേഡ് ബൈനറി സെർച്ച്. ഇനി എന്താണ് ലീനിയർ സെർച്ച്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അൽഗോരിതം, അതേമാതിരി തന്നെ എന്താണ് ബൈനറി സെർച്ച്, അതിൻ്റെ അൽഗോരിതം, ഇവയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലീനിയർ സെർച്ച് എന്താണെന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ലീനിയർ സെർച്ച് എന്താണെന്ന് നോക്കാം. സോ ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. പോയിൻ്റ് വൈസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിവിഷൻ സീരീസ് ആണല്ലോ നമ്മളിപ്പം കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ ലാസ്റ്റത്തെ സെക്ഷൻ എത്തിയിരിക്കുകയാണ്. സോ ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ സെർച്ചാണ്. അതായത് നേരെ നമ്മൾ ഇപ്പം നമ്മൾ വീട്ടിലൊരു സാധനം കാണണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സാധനത്തിനെ തിരയുക? ആദ്യം ഒരു റൂമിൽ കയറി നോക്കും, അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സാധനം അവിടെ നിന്ന് കിട്ടിയെന്ന് അറിയും. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അടുത്ത റൂമിൽ കയറും, അല്ലെങ്കിൽ പിന്നെയും അടുത്ത റൂം ഉണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ ഓരോ റൂമിലും കയറി നോക്കൂലേ ഒരു സാധനം കാണാണ്ടായാൽ, അല്ലെങ്കിൽ നമുക്കൊരു സാധനം കിട്ടണമെങ്കിൽ. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു സീക്വൻഷ്യൽ സെർച്ചാണ്. അതുപോലെ സോർട്ടഡ് ആയിട്ടും അൺസോർട്ടഡ് ലിസ്റ്റാണ്. ഏത് ലിസ്റ്റിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓർഡർ ഓഫ് n ടൈംസ് ആണ്. ഇനി ലീനിയർ സെർച്ച് ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് ഇതിൻ്റെ അൽഗോരിതത്തിലേക്ക് പോകാം. അപ്പം ഇവിടെ ഒരു ലീനിയർ ലിസ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ലിസ്റ്റ് എന്ന് പറയുന്നതിൽ 0 മുതൽ 8 എലമെൻറ്റ്സ് വരെ ഇൻഡെക്സിൽ എലമെൻറ്റ്സ് ഉണ്ട്. 10, 50, 0 മുതൽ 8 ഇൻഡെക്സ് ഉണ്ട്. 10, 50, 30, 70, 80 അങ്ങനെ കുറച്ചധികം എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ട എലമെൻറ്റ് 20 ആണ്. അപ്പോൾ ആദ്യം ഫസ്റ്റത്തെ ഇൻഡെക്സിൽ പോയി നോക്കുന്നു. 0 ഇൻഡെക്സിൽ എലമെൻറ്റ് ഉണ്ടോ നോക്കുന്നു, ഇല്ല. വീണ്ടും നെക്സ്റ്റ് ഇൻഡെക്സിലേക്ക് വരുന്നു, അവിടെയും ഇല്ല. വീണ്ടും സെക്കൻഡ് ഇൻഡെക്സിലേക്ക് വരും, നോക്കുന്നു. വീണ്ടും തേർഡിലേക്ക് വന്നു. അങ്ങനെ 6th ഇൻഡെക്സ് വരെ ഈ ഒരു പ്രോസസ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. 6th ഇൻഡെക്സിൽ ഈ എലമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കുന്നു. സോ അങ്ങനെയാണ് നമ്മൾ ഈ സെർച്ചിങ് നടത്തുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ അൽഗോരിതം എന്ന് നോക്കാം. സോ ഹിയർ ലിസ്റ്റ് ഈസ് എ ലീനിയർ അറേ വിത്ത് n എലമെൻറ്റ്സ്. n എലമെൻറ്റ്സ് ഉള്ളൊരു ലീനിയർ അറേയാണ് നമ്മുടെ ലിസ്റ്റ്. സോ ദ അൽഗോരിതം റിട്ടേൺ ലൊക്കേഷൻ LOC ഓഫ് ദ ഐറ്റം ഇൻ ദ ലിസ്റ്റ്. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റ് ലൊക്കേഷൻ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതൊരു കൗണ്ടർ വേരിയബിൾ ആണ്. കാരണം നമ്മുടെ അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ഇൻഡെക്സ് മുതലാണല്ലോ. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ലൊക്കേഷൻ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് 3 മുതൽ 5 വരെയുള്ള സ്റ്റെപ്സ് ഓരോ എലമെൻറ്റിൽ ലിസ്റ്റുള്ള ഓരോ എലമെൻറ്റും നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ആദ്യം നമ്മൾ നോക്കുന്നത് ലിസ്റ്റ് ഓഫ് ലൊക്കേഷൻ ഈക്വൽ ടു നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഐറ്റം ആണോ. അങ്ങനെയാണെങ്കിൽ ആ എലമെൻറ്റ് ലൊക്കേഷനിൽ റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ ലൂപ്പിൽ നിന്ന് ചാടി പുറത്തേക്ക് വന്നിട്ട് ലൊക്കേഷൻ 0 എന്നുള്ളത് 0+1, അതായത് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടെങ്കിൽ എലമെൻറ്റ് റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ വീണ്ടും ലൊക്കേഷൻ ഇൻക്രിമെൻ്റ് ആവുന്നു. അങ്ങനെ എവിടം വരെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എലമെൻറ്റ് ആ ലിസ്റ്റിൽ ഏത് പൊസിഷനിലാണോ അതെത്തുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ലൊക്കേഷൻ 0 ആയിട്ട് സെറ്റ് ചെയ്യണമല്ലേ. സോ ഞാൻ ലൊക്കേഷൻ L വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റത്തെ നമ്മുടെ ലൊക്കേഷൻ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇനി എന്താ ഇവിടെ പറയുന്നത്, റിപ്പീറ്റ് സ്റ്റെപ്സ് 3 to 5 ഫോർ ഈച്ച് എലമെൻറ്റ് ഇൻ ദ ലിസ്റ്റ്. ഓരോ എലമെൻറ്റ് ഇൻ ദ ലിസ്റ്റിലും സ്റ്റെപ്പ് 3 to 5 നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അടുത്തത് അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് ലൊക്കേഷൻ 0 ആണ്, ഈക്വൽസ് ഐറ്റം. എനിക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് ഏതാ, 20 ആണോ, അല്ല, ഇവിടെ 10 ആണ് അല്ലേ, നോട്ട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ
എൽസ് ഇപ്പം 20 ആണെങ്കിൽ ലൊക്കേഷൻ പ്രിൻ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ചാടി എന്ത് ചെയ്യണം? ലൊക്കേഷൻ ഇൻക്രിമെൻ്റ് ആവണം. അപ്പം ഇപ്പം നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 0 ആണ്. 0 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള എലമെൻറ്റ് 10 ആണ്. 10 അല്ല, നമുക്ക് വേണ്ടത് 20 ആണ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഈ സ്റ്റെപ്പിൽ നിന്നും ചാടി ഏത് സ്റ്റെപ്പിലേക്ക് എത്തി? 3 എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നിന്നും, കൺഫ്യൂഷനായോ? 3 എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നിന്നും 5 എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് എത്തി. അപ്പോൾ 0 മാറി 1 ആയി നമ്മുടെ പുതിയ ലൊക്കേഷൻ. വീണ്ടും L of 1 എന്താ നോക്കുന്നു? L of 1 എന്താണ് ഇവിടെ? L of 1 50 ആണ്. അല്ല, വീണ്ടും നമ്മൾ ലൊക്കേഷൻ L of 2 പോകുന്നു. അങ്ങനെ ലൊക്കേഷൻ 6 എത്തുമ്പോൾ 20 = 20 ആകുന്നു. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ പ്രിൻ്റ് ആകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലീനിയർ സെർച്ച്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ആദ്യം നമ്മുടെ ലൊക്കേഷൻ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം ലൊക്കേഷൻ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ലിസ്റ്റ് ഓഫ് ലൊക്കേഷൻ ഐറ്റം ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ലൊക്കേഷൻ പ്രിൻ്റ് ചെയ്യുന്നു, കണ്ടുപിടിച്ചു എന്ന്. അല്ലെങ്കിലോ ലൊക്കേഷൻ +1 ആയിട്ട് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ലിസ്റ്റ് ഓഫ് ലൊക്കേഷൻ 1ൽ ഐറ്റം ഉണ്ടോ നോക്കുന്നു. ഉണ്ടെങ്കിൽ അത് പ്രിൻ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ വീണ്ടും ലൊക്കേഷൻ +1 ആവുന്നു. അങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലീനിയർ സെർച്ച്. സോ എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബൈനറി സെർച്ച് പഠിക്കാം. താങ്ക് യു.